السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلوكم كافة واعلموا أن الله مع المتقين. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകി നമ്മെ ഏറെ അനുഗ്രഹിച്ചും ആ അനുഗ്രഹങ്ങളിലൂടെ നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സർവശക്തനും സർവനിയന്താവുമായ റബ്ബുൽ ആലമീനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ ഉടമകളാവണം എന്ന് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഹിജ്റ വർഷം കൂടി അവസാനിച്ച് പുതിയൊരു ഹിജ്റ വർഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഓരോ പുതിയ വർഷവും നമ്മളിൽ ഒരുപാട് ചിന്തകളും ആലോചനകളും ഉണ്ടാക്കേണ്ടതുണ്ട്. ഹിജ്റ വർഷത്തിൻ്റെ തുടക്കം മുഹറം മാസത്തോടു കൂടിയാണ്. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്ന അന്ന് തന്നെ, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങളുടെ എണ്ണം 12 നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഉത്ബോധിപ്പിച്ച വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതിക്കേൾപ്പിച്ചത്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ഫീ കിതാബില്ലാഹി യൗമ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ മിൻഹാ 4 ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹുവിന്റെ കിതാബിൽ അത് രേഖപ്പെടുത്തപ്പെട്ടതാണ്. അതിൽ 4 പവിത്ര മാസവുമാണ്. ആ 4 പവിത്ര മാസങ്ങളിൽ ഒന്നാമത്തത് മുഹറമാണ്. മുഹറം എന്ന് പറഞ്ഞാൽ തന്നെ വാക്കർത്ഥം കൊണ്ട് അർത്ഥമാക്കുന്നത് പവിത്രമാക്കപ്പെട്ടത്, ആദരണീയമാക്കപ്പെട്ടത് എന്നതാണ്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ ആദരിക്കപ്പെട്ട, പവിത്രമാക്കപ്പെട്ട ഒരു മാസമാണ് നാം നിലകൊള്ളുന്ന, അല്ലെങ്കിൽ നമ്മളിലേക്ക് കടന്നു വരുന്ന മുഹറം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മുഹറം അള്ളാഹുവിന്റെ അടുക്കൽ ധാരാളം പവിത്രതയുള്ള, അല്ലെങ്കിൽ അത്തരം പവിത്രതയായി പഠിപ്പിക്കപ്പെട്ട ഒരു മാസമാണ്. മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഫിർഔനിന്റെ ആ ഒരു ശിക്ഷയിൽ നിന്ന്, അല്ലെങ്കിൽ ഫിർഔനിന്റെ ആ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുത്ത മാസമാണ് മുഹറം എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മുഹറത്തെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ച ഒരു മാസമാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ ദുഃഖവുമുള്ള ഒരു സംഭവങ്ങൾ പലതും നടന്ന മാസവുമാണ് മുഹറം എന്നത്. എന്താണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണെന്ന് ചോദിച്ചാൽ, ഈ മാസത്തിലാണ് അള്ളാഹുവിൻ്റെ മതത്തിൽ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ആദരിക്കപ്പെട്ട, പുണ്യമാക്കപ്പെട്ട, ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ട നോമ്പുള്ളത് ഈ മാസമാണ് എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അഫ്ളലുസ് സിയാമി ബഅദ റമദാൻ, റമദാനിന് ശേഷം അള്ളാഹുവിങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോമ്പ് അത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലുള്ള നോമ്പാണ് എന്ന് കാണാൻ കഴിയും. അപ്പോ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് ഇഷ്ടപ്പെട്ട നോമ്പ് എന്ന് പറയുന്നത് ഷഹറുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അപ്പോ മുഹറത്തിലെ ചേർത്തി പറഞ്ഞിരിക്കുന്നത് അള്ളാഹുവിന്റെ മാസം എന്നാണ്. അള്ളാഹുവിങ്കിൽ ഇഷ്ടപ്പെട്ട, അള്ളാഹു ആദരിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസം എന്നൊക്കെയാണ് അള്ളാഹുവിന്റെ മാസം എന്ന് ചേർത്തി പറഞ്ഞതിന്റെ സാങ്കത്യം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സിയാമു യൗമു ആശൂറ, ആശൂറ ദിവസത്തിന്റെ നോമ്പ്, അഹ്തസിബു അലല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് ഞാൻ അതിനെ പ്രതീക്ഷിക്കുന്നു, അയ്യുകഫിറ സനത്തല്ലത്തി ഖബ്ലഹു, ഒരു വർഷം, അതിനു മുമ്പുള്ള ഒരു വർഷത്തെ മുഴുവൻ തെറ്റുകുറ്റങ്ങളും പൊറുക്കപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അള്ളാഹുവിനോട് അതിൽ നിന്നുള്ള പ്രതിഫലം കാംക്ഷിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കഴിയും. അപ്പൊ മുഹറത്തില് 1 മുതൽ 10 വരെയുള്ള നോമ്പ് അത് വേണമെങ്കിൽ ഐച്ഛികമായി ഒരാൾക്ക് വേണമെങ്കിൽ സുന്നത്തായി എടുക്കാം, അത് അയാളുടെ താല്പര്യമാണ്. ഇനി അയാൾക്ക് മുഹറം 10ന്റെ നോമ്പ് മാത്രം എടുക്കാം, കാരണം മുഹറം 10ന്റെ നോമ്പാണ് ആശൂറ എന്ന അർത്ഥത്തിൽ കൂടുതൽ ഹദീസുകളിലൊക്കെ വന്നിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ അയാൾക്ക് മുഹറം 9ന്റെയും 10ന്റെയും നോമ്പ് എടുക്കാം. മുഹറം 9ന്റെ നോമ്പ് താസുആ എന്ന് ഹദീസിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കപ്പെട്ടതായി കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമൻ അത്താസിഅ, ഞാൻ അടുത്ത വർഷം ഉണ്ടാകുമെങ്കിൽ, ജീവനോടെ ഉണ്ടാകുമെങ്കിൽ ഞാൻ 9ാമത്തെ ദിവസവും കൂടി നോമ്പനുഷ്ഠിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. പക്ഷേ ആ 9ാം അടുത്ത വർഷമാകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഈ ലോകത്ത് വിടവാങ്ങി എന്നാണ് ഹദീസുകളിൽ നിന്ന്, ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9ാമത്തെ ദിവസം താസുആന് നോമ്പനുഷ്ഠിച്ചിട്ടില്ലെങ്കിലും ആ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പ്രേരണ നൽകി എന്നതുകൊണ്ട് തന്നെ 9ാമത്തെ ദിവസത്തെ നോമ്പും ആശൂറ മുഹറം 10ന്റെ നോമ്പും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്, അത് വലിയ പുണ്യവുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ ഖുറൈശികൾ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ നോമ്പനുഷ്ഠിക്കുന്നതായി കാണാൻ കഴിഞ്ഞു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നോമ്പ് എടുക്കുവാൻ വേണ്ടി സത്യവിശ്വാസികളോട് കൽപ്പിച്ചു. ഫലമ്മ ഖദിമൽ മദീന സ്വാമഹു വഅമറ ബിസിയാമിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ അവിടുന്ന് നോമ്പ് എടുക്കുകയും നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. ഫലമ്മ നസല റമളാൻ, അത് റമളാൻ നിർബന്ധമാക്കപ്പെട്ടപ്പോൾ, റമളാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ നോമ്പ് ഇഷ്ടമുള്ളവർ അനുഷ്ഠിക്കട്ടെ, ഇഷ്ടമില്ലാത്തവർ അത് ഒഴിവാക്കട്ടെ. അഥവാ അതിന്റെ നിർബന്ധ സ്വഭാവം മാറ്റി അത് ഐച്ഛിക സ്വഭാവത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ റമളാൻ നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് ആശൂറയുടെ നോമ്പ് നിർബന്ധ സ്വഭാവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അനുഷ്ഠിച്ചതായി കാണാൻ കഴിയും. മാത്രമല്ല ജാഹിലിയത്തിൽ ഖുറൈശികൾ നോമ്പനുഷ്ഠിച്ചതായും കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ
ആശൂറായുടെ ദിവസത്തെ പറ്റി ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അന്നാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് അന്വേഷിച്ചപ്പോൾ പ്രവാചകന് കിട്ടിയ മറുപടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ ആശൂറായുടെ ദിവസം നോമ്പെടുക്കുന്നത്? അപ്പോ അവിടെയുള്ള ജൂതന്മാർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണിന്ന്, അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം നോമ്പനുഷ്ഠിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഹ്നു അഹഖ് ബിമൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആദർശപരമായും അതുപോലെ തന്നെ മറ്റു നിലക്കും ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിങ്ങളായ ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നോമ്പ് അനുഷ്ഠിക്കുവാൻ സ്വഹാബിമാരോട് കൽപ്പിക്കുകയായിരുന്നു. എന്ന് വേണ്ട ആ ജൂതന്മാരുടെ നോമ്പുമായി വ്യത്യാസപ്പെടാൻ വേണ്ടി ഒന്നുകിൽ നിങ്ങൾ 9 നോമ്പെടുക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ചുരുക്കത്തിൽ മുഹറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുക എന്നുള്ളതാണ് ആ മുഹറത്തിന്റെ പ്രത്യേകത. ഒരാൾക്ക് വേണമെങ്കിൽ അയാളുടെ നിയത്തനുസരിച്ച് അയാൾക്ക് വേണമെങ്കിൽ മുഹറത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കാം. ഇനി ഒന്നുമല്ലെങ്കിൽ മുഹറം 9-നും 10-നും അയാൾ നോമ്പനുഷ്ഠിക്കൽ അയാളെ സംബന്ധിച്ചിടത്തോളം വലിയ പുണ്യമുള്ള കാര്യമാണ് എന്നത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു 70 ഖരീഫൻ മിനൻ നാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ അയാളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് 70,000 മുഴം അകറ്റുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാൻ സാധിക്കും. അപ്പോ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മമാണ് നോമ്പനുഷ്ഠിക്കുക. ആ നോമ്പ് മുഹറത്തിലാണെങ്കിൽ 9-നും 10-നും അനുഷ്ഠിക്കുക എന്നുള്ളത് കൂടുതൽ പുണ്യമുള്ള കാര്യമാണ്. ഇനി ആ മുഹറത്തിലെ വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലുമുള്ള നോമ്പും അതുപോലെ തന്നെ അയ്യാമുൽ ബീദിന്റെ നോമ്പും ഒക്കെ എടുത്തുകൊണ്ട് ആ മുഹറത്തിൽ കൂടുതൽ നോമ്പനുഷ്ഠിക്കുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈ മുഹറത്തിൽ ചില ആളുകൾ ഈ മുഹറത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ നഹ്സായി കൊണ്ട് കാണുന്നുണ്ട്, ദുശ്ശകുനമായി കൊണ്ട് കാണുന്നുണ്ട്. ആ ദുശ്ശകുനമായി കൊണ്ട് കാണേണ്ട ദിവസങ്ങളല്ല. മാത്രമല്ല, അത് അള്ളാഹു സത്യവിശ്വാസികൾക്ക് വിജയം കൊടുത്ത ദിവസമാണ്. സത്യവിശ്വാസികളുടെ പ്രവാചകൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതുകൊണ്ട് നഹ്സിന്റെ ദിവസമല്ല. ചില ആളുകൾ എന്തെങ്കിലും കച്ചവടം തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ വിവാഹം തീർച്ചപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഗൃഹപ്രവേശം തീരുമാനിക്കുന്നതിനോ അങ്ങനെ നല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനൊക്കെ മുഹറം 10 കഴിഞ്ഞോട്ടെ എന്നിട്ട് തീരുമാനിക്കാം എന്ന് പറയുന്ന നഹ്സ് അന്വേഷിക്കുന്ന ദുശ്ശകുനം വിചാരിക്കുന്ന ആളുകൾ സത്യവിശ്വാസികളിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളിൽ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ശകുനം എന്നത് വിശ്വാസികൾക്ക് തീരെ ഇല്ലാത്തതാണ്. ശകുനം എന്നത് അള്ളാഹുവിനിൽ നിന്ന് ഉള്ളതാണ്. ശകുനം ഒരിക്കലും വിശ്വാസികൾ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും യോജിക്കാത്തതാണ്. ഏതെങ്കിലും നിലക്ക് ശകുനം തോന്നുകയാണെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ലാ ത്വയ്റ ഇല്ലാ ത്വയ്റക് വലാ ഖൈറ ഇല്ലാ ഖൈറക്, പടച്ചവനെ നിന്നിൽ നിന്നല്ലാതെ ഒരു ശകുനമില്ല, നിന്നിൽ നിന്നല്ലാതെ ഒരു ഖൈറുമില്ല എന്നാണ് വിശ്വാസികൾ പറയേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. മാത്രമല്ല, ഇത്തരത്തിൽ ശകുനം നോക്കുക, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ നോക്കുക, ഒക്കെ കൂടോത്രം ചെയ്യിക്കുക ഒക്കെ ശിർക്കാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, അത്വൈറത്തു ശിർക്കുൻ, അത്വൈറത്തു ശിർക്കുൻ. 3 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ചു. ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്, ശകുനം നോക്കുക എന്നുള്ളത് ശിർക്കാണ്. പണ്ടുള്ള ജാഹിലിയത്തിലെ ആളുകൾ ഒരു കാര്യം നല്ലതാണെങ്കിൽ ഒരു പക്ഷിയെ എടുത്തുകൊണ്ട് അത് വലതു ഭാഗത്തേക്കാണ് പറന്നു പോയതെങ്കിൽ നല്ലതും ഇടത്തോട്ടാ പറന്നു പോയതെങ്കിൽ അത് മോശവുമായിട്ട് വിചാരിക്കുന്ന ഒരു അന്ധവിശ്വാസം അത്തരത്തിൽ ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ശകുനത്തിന് ത്വയ്റത്ത് എന്ന പ്രയോഗം ഉണ്ടായത്. യഥാർത്ഥത്തിൽ അത് എല്ലാ ഹൈറും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്, എല്ലാ ഷർറും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. നാം നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ചിന്തകളെയും നന്നാക്കിക്കൊണ്ട് നന്മകളിലൂടെ നാം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അതിൽ അള്ളാഹു നന്മ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. ഖാലൂ ത്വാഇറുക്കും മഅക്കും, നിങ്ങളുടെ എല്ലാ ശകുനവും
നിങ്ങളുടെ കൂടെ തന്നെയാണ്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ വാക്കുകളായി അവിടെയുള്ള ആളുകൾ ഉദ്ധരിക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോ ഒരിക്കലും ഒരു ശകുനം, ഒരു നല്ല ശകുനം അല്ലെങ്കിൽ ദുശകുനം എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാനേ പാടില്ല. മാത്രമല്ല എല്ലാ ദിവസവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖൈറാണ്. കാലത്തിനെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇന്ന് കാലക്കേടുകളോട് ഇങ്ങനെയായി, അല്ലെങ്കിൽ തന്നെ കാലം നല്ലതല്ല, എന്റെ കാലം ശരിയല്ല എന്നൊന്നും പറയാൻ സത്യവിശ്വാസികൾക്ക് പാടില്ലാത്തതാണ്. ഫലാ തസുബ്ബുദ്ദഹ്റ, നിങ്ങൾ കാലത്തെ ചീത്ത പറയരുത്. അനദ്ദഹ്റു, ഞാനാണ് കാലം, അഥവാ ഞാനാണ് കാലത്തെ നിയന്ത്രിക്കുന്നത് എന്ന് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി ഖുദ്സിയായ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മുഹറം മാസത്തെ സംബന്ധിച്ചിടത്തോളം അത് ശകുനത്തിന്റെ മാസമാണ്, അതിൽ യാതൊരു നന്മയും ചെയ്യാൻ പാടില്ല എന്നുള്ള അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അത്തരത്തിൽ യാതൊരുവിധ ശകുനവും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനോ പഠിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ അതൊരു സൂര്യഗ്രഹണം ഉണ്ടായി. ആ സൂര്യഗ്രഹണം ഉണ്ടായപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇന്ന് സൂര്യൻ ഗ്രഹണം ബാധിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പ്രകൃതി പോലും ദുഃഖിക്കുന്നു എന്ന അർത്ഥത്തിൽ അവിടെ നിന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സന്ദർഭത്തെ കൃത്യമായി ഒരു അന്ധവിശ്വാസം വളരാൻ പാടില്ല എന്നുള്ള നിലക്ക് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്താണ്? ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. തീർച്ചയായും ആ ദൃഷ്ടാന്തങ്ങൾ ആരുടെയെങ്കിലും മരണം കൊണ്ടോ ആരുടെയെങ്കിലും ജനനം കൊണ്ടോ അതിന് പിന്നെ ഗ്രഹണം ബാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ ആ ഗ്രഹണം നീങ്ങുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് വേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്താണ് ഇതിൽ? പ്രവാചകന്റെ വ്യക്തിപരമായി ഒരു മേൽക്കോയ്മ അല്ലെങ്കിൽ താൻ വലിയ ആളാണ് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരം, ഒരു അന്ധവിശ്വാസം വളരും എന്നത് കാരണത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. സൂര്യനും ചന്ദ്രനും ഒന്നും ഒരാളുടെ മരണം കൊണ്ടോ ജീവിതം കൊണ്ടോ ജനനം കൊണ്ടോ അത് അത്തരത്തിൽ ഗ്രഹണം ബാധിക്കുകയില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ അർത്ഥത്തിൽ ഒരിക്കലും അന്ധവിശ്വാസങ്ങൾ വളരാൻ അല്ലെങ്കിൽ ശകുനങ്ങൾ ഉണ്ടാകാൻ മുഹറം മാസത്തെ അനുവദിക്കുവാനോ അല്ലെങ്കിൽ അത്തരത്തിൽ മനസ്സിലാക്കാനോ പാടില്ല. അതൊക്കെ ശിർക്കിന്റെ അടയാളങ്ങളാണ്, ശിർക്കൻ ചിന്തകളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം, ഈ മുഹറം മാസത്തിലാണ് ഷിയാക്കൾ വലിയ ആഘോഷങ്ങൾ അവരുടെ ശരീരത്തിൽ കത്തി കൊണ്ട് മുറിച്ചും അതുപോലെ തന്നെ ഒരു കയറിന്റെ അങ്ങേ ഒരറ്റത്ത് കല്ല് കെട്ടി അവരുടെ ശരീരത്തിൽ മർദ്ദിച്ചുമൊക്കെ രക്തം ചിന്തി ഇതിനോടുള്ള പുണ്യം പ്രകടിപ്പിക്കുന്ന ഒരു മാസം കൂടിയാണ് ഈ ഒരു മുഹറം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത് മുഹറം 10-നാണ്. അതിന്റെ ഒരു ഓർമ്മ പുതുക്കുവാൻ വേണ്ടി ഈ ഷിയാക്കൾ ഇത്തരത്തിൽ ഇതിനെ കൊണ്ടാടുന്ന ഒരു അന്ധവിശ്വാസവും അല്ലെങ്കിൽ പ്രാകൃതമായ ചില ആഘോഷങ്ങളും ലോകത്ത് കാണാൻ കഴിയും. അതൊന്നും ഇസ്ലാമിന്റെ പേരിൽ ആളുകൾ വരവ് വെക്കേണ്ടതില്ല. കാരണം ഒരിക്കലും ഏതെങ്കിലും അപകടങ്ങൾ ബാധിച്ച, പ്രയാസങ്ങൾ ബാധിച്ചതിനെ ആഘോഷിക്കാനോ അതിനെ ഓർമ്മിക്കുവാനോ അത്തരത്തിൽ ദുഃഖാചരണം നടത്തുവാനോ ഇസ്ലാം നമ്മളോട് ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതൊക്കെ ഷിയാക്കളുടെ ഏർപ്പാടുകളാണ്. ഇസ്ലാം ദീനുമായോ മുസ്ലിങ്ങളുമായോ അതിന് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, മുഹറം എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട മാസമാണ്. അള്ളാഹുവിന്റെ മാസം എന്നാണ് ഹദീസുകളിൽ അതിനെക്കുറിച്ചുള്ള പ്രയോഗങ്ങൾ പോലും ഉള്ളത്. അതുകൊണ്ട് ആ മാസത്തിൽ നമ്മൾ കൂടുതൽ അള്ളാഹുവിനോട് അടുക്കാൻ ശ്രമിക്കുക. ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, നോമ്പുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇത് പറയുമ്പോൾ മുഹറത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ ദിക്ർ ചൊല്ലാനോ ഏതെങ്കിലും പ്രത്യേകമായ ദുആ വർദ്ധിപ്പിക്കുവാനോ ഏതെങ്കിലും പ്രത്യേകമായ സൂറത്തുകൾ പാരായണം ചെയ്യാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ മുഹറത്തിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞുകൊണ്ടുള്ള പല വീഡിയോകളും കാണാം. അന്നാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിച്ചത്, അന്നാണ്
ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സ്വർഗത്ത് നിന്ന് പുറത്താക്കിയത്, അന്നാണ് ആദമും ഹവ്വയും തമ്മിൽ കണ്ടുമുട്ടിയത്, അന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പിന്നെ തീകുണ്ടാരത്തിലേക്ക് ഇട്ടത്. അങ്ങനെ തുടങ്ങി എല്ലാ ചരിത്രത്തിൽ വന്ന മുഴുവൻ കാര്യങ്ങളും മുഹറം 10-നാണ് എന്ന് പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസത്തിന്റെ പ്രസംഗങ്ങൾ ധാരാളമായി ഇന്ന് സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതിനൊന്നും ഇസ്ലാമുമായോ പിന്നെ വസ്തുതകളുമായോ സത്യവുമായോ യാതൊരു ബന്ധവുമില്ല. അതൊന്നും പ്രമാണങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെട്ടതുമല്ല. ഓരോരുത്തരുടെ നാവുകളിൽ തോന്നുന്നത് പലതും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുക എന്നല്ലാതെ അതിനൊന്നും അടിസ്ഥാനമില്ല. അത്തരത്തിലൊരു ഹദീസ് ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്നുണ്ട് എന്നാണ് പിന്നെ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ഹദീസ് ഉദ്ധരിക്കുന്നതിന്റെ അവിടെ തന്നെ ആ ഹദീസ് മൗദൂആണ്, മനുഷ്യനിർമ്മിതമാണ്, സത്യവുമായി ബന്ധമില്ലാത്തതാണ്. അതുപോലെ തന്നെ അതിലെ പിന്നെ ആശയങ്ങളൊക്കെ വളരെ മൗദൂആണ്, തള്ളിക്കളയേണ്ടതാണ് എന്ന് പോലും ആ ഹദീസൊക്കെ എഴുതി വെച്ചെടുത്ത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ഇത്തരം കാര്യങ്ങൾ പറയുന്നിടത്ത് ഹദീസ് ഉണ്ടല്ലോ എന്ന് ചില അറബി ലഫ്ലുകൾ കൊണ്ടുവന്ന് ഇതൊക്കെ തെളിയിക്കുവാൻ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെയും മനുഷ്യനിർമ്മിതങ്ങളായ തള്ളിക്കളയേണ്ടുന്ന സത്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിൽ അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ച കാര്യങ്ങളെ ഏറ്റവും പ്രാധാന്യത്തോടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ആ നിലക്ക് അള്ളാഹുമായി അടുക്കാൻ ശ്രമിക്കുകയും അള്ളാഹുവിനോടുള്ള കൂടുതൽ ദിക്റുകളിലൂടെ ഇസ്തിഗ്ഫാറുകളിലൂടെ നാം അള്ളാഹുവിനെ അടുക്കാൻ ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത നമ്മളിൽ ഉണ്ടാവേണ്ടത്, ഒരു ഹിജ്റ മാസം അവസാനിക്കുകയാണ്. നമ്മുടെ ആയുസ് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ഒരു അവധിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹിജ്റ മാസം കൂടി, ഒരു ഹിജ്റ വർഷം കൂടി അവസാനിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് പുതിയ ചിന്തകൾ ഉണ്ടാവുക, പുതിയ തീരുമാനങ്ങൾ ഉണ്ടാവുക, നന്മകളിലേക്ക് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാവുക, തിന്മകൾ വർജിക്കുവാനും ചെയ്തു പോരുന്ന തിന്മകളെ ഒഴിവാക്കുവാനുമുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇതാണ് നാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മകൾ ചെയ്യുവാൻ, അള്ളാഹുവിനെ കൂടുതൽ അടുക്കുവാൻ, നാളെ പരലോകത്ത് അവന്റെ സ്വർഗത്തിൽ എത്തിച്ചേരുവാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഇണകൾക്കും സന്താനങ്ങൾക്കും എല്ലാം അള്ളാഹുവിനെ പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കുവാനും ദീനിനു വേണ്ടി പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും അള്ളാഹുവെ ഞങ്ങൾ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, ജീവിതത്തിലെ വന്നു ഭവിക്കുന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങൾക്ക് രക്ഷയും സമാധാനവും നൽകണേ റഹ്മാനെ. പടച്ചവരെ, ഞങ്ങളുടെ സഹോദരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുകയാണ്, പ്രയാസപ്പെടുകയാണ്. പ്രത്യേകിച്ചും ഗസയിൽ പിഞ്ചുകുട്ടികൾ പോലും വിശപ്പ് കൊണ്ടും അവര് വേദനാജനകമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അള്ളാഹുവെ, അവർക്ക് നീ സഹായം നൽകണേ റഹ്മാനെ. അവരുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ. അവർക്ക് അള്ളാഹു നീ രക്ഷയും സുരക്ഷിതത്വവും വിജയവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു മുസ്ലിങ്ങളോട് സ്നേഹമുള്ള, മുസ്ലിങ്ങളോട് ആഭിമുഖ്യമുള്ളവർക്ക് നീ അവരോട് കൂടുതൽ അധികാരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, മാരകമായ വിപത്തുകളിൽ നിന്ന്, പെട്ടെന്ന് വന്നു ഭവിക്കുന്ന മരണങ്ങളിൽ നിന്ന്, ആകസ്മികമായ മരണങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله.